ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കഥ വായിച്ചാലോ? അലാവുദ്ദീനും അത്ഭുതവിളക്കും. പേർഷ്യയിലെ ഒരു പട്ടണത്തിൽ മുസ്തഫ എന്നു പേരുള്ള ഒരു തുന്നൽക്കാരന് അലാവുദ്ദീൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അവന് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ താല്പര്യമുണ്ടായിരുന്നില്ല. എപ്പോഴും തെരുവ് പിള്ളേരുടെ ഒപ്പം കളിച്ചു നടക്കണം. പിതാവ് മരിച്ചിട്ടും അവൻ്റെ സ്വഭാവം മാറിയില്ല. അമ്മ തന്നെ മകനും തനിക്കും വേണ്ടി അധ്വാനിക്കേണ്ടി വന്നു. യാതൊരു ചുമതലബോധവുമില്ലാത്ത മകനെ ഓർത്ത് അമ്മ കണ്ണീരൊഴുക്കി. ഒരു ഫലവും ഉണ്ടായില്ല. ആഹാരത്തിന് സമയമാകുമ്പോൾ മാത്രം അവൻ വീട്ടിലെത്തും. നാളുകൾ കടന്നുപോയി. അലാവുദ്ദീന് 15 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊത്ത് ചന്തവാതിക്കൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നാടോടി അവനെ കണ്ടു. മൊറോക്കോയിൽ നിന്ന് വന്ന ഒരു മാന്ത്രികനായിരുന്നു അത്. പർവ്വതങ്ങളെപ്പോലും മാന്ത്രിക ശക്തി കൊണ്ട് ചലിപ്പിക്കുന്ന അയാളായിരുന്നു ആ മാന്ത്രികൻ. ഇവനെ തേടിയാണ് ഞാൻ മൊറോക്കോയിൽ നിന്ന് വന്നത്, അയാൾ സ്വയം പറഞ്ഞു. അയാൾ അലാവുദ്ദീൻ അറിയാതെ അവൻ്റെ വീട്ടുകാര്യങ്ങൾ തിരക്കി അറിഞ്ഞു. എന്നിട്ട് അലാവുദ്ദീനെ സമീപിച്ചു. അവനെ മാറോടണച്ച് കരയാൻ തുടങ്ങി. നീ എൻ്റെ സഹോദരൻ്റെ മകനാണ്. നിന്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തത്. പക്ഷേ എനിക്ക് ഭാഗ്യമില്ലാതെ ആയിപ്പോയല്ലോ. ബാക്കി സെക്കൻഡ് പാർട്ടി കാണാം.